എന്താണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം? എനിക്ക് വാക്യങ്ങൾ എടുത്തുവാ സമയമില്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണ്? ഉൽപ്പത്തി 22:17 ദൈവം അബ്രഹാമിനെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 24:1 ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. അപ്പം അവൻ ഐശ്വര്യമായിട്ടുള്ള അനുഗ്രഹവും സകലത്തിലെ അനുഗ്രഹം പ്രാപിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അത് മാത്രമല്ല, എഫേസ്യർ 1:3 പറയുന്നു സ്വർഗത്തിലെ സകല അനുഗ്രഹം. അപ്പൊ യേശുക്രിസ്തുവിന്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ അവന് ഭൗതിക അനുഗ്രഹവുമുണ്ട്, അപ്പോൾ അവൻ ആത്മീയ അനുഗ്രഹമുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഒരു കൂട്ടം സഭ പഠിപ്പിക്കുന്ന ഈ ആത്മീയ അനുഗ്രഹം മാത്രം പഠിപ്പിക്കും, ഒരു കൂട്ടം സഭ പഠിപ്പിക്കും ഭൗതിക അനുഗ്രഹം മാത്രം പഠിക്കും. ഭൗതിക അനുഗ്രഹം പഠിക്കുന്നവരെ വീടേക്കാറ ജോലി എല്ലാവരുടെ മെസ്സേജ്. ആത്മീയ അനുഗ്രഹം എന്നാൽ ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ യേശു ക്രിസ്തുവിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഭൗതിക അനുഗ്രഹമുണ്ട്, ആത്മീയ അനുഗ്രഹമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് കഷ്ടതയില്ലേ? യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതയെന്ന് പറഞ്ഞാൽ എൻ്റെ നാമം നിമിത്തം ഉണ്ടാകുന്ന കഷ്ടതയുണ്ട്. അല്ലാത്തതൊക്കെ സാത്താൻ തരുന്നതാണ്. അത് സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ടിരിക്കല്ലേ? ആമേൻ. നിങ്ങൾ സ്നാനപ്പെട്ട് ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പറയും നിങ്ങൾക്ക് ഞാൻ വസ്തു തരത്തില്ല എന്ന് പറഞ്ഞ് സഹോദരങ്ങൾ നിനക്ക് അവകാശം തരാതെ നിന്നെ തള്ളിക്കളഞ്ഞ അത് എൻ്റെ നാമനിമിത്തമുള്ള കഷ്ടതയാ. എന്നാൽ അത് തിരിച്ച് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവും 100 മടങ്ങ് തിരിച്ചു തരും. സുവിശേഷ വിരോധികൾ നിന്നെ അടിച്ചാൽ അതൊരു കഷ്ടതയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ബാക്കിയൊക്കെ സാത്താനീന്ന് വരുന്നതാ. അത് സ്തോത്രം പറഞ്ഞ് ശോധന ചെയ്ത് അല്ല, വചനം കൊണ്ടാ നിന്നെ കർത്താവ് ശോധന ചെയ്യുന്നത്. അതുകൊണ്ട് പിശാചിന്ന് വരുന്നതിനെ പൊട്ടിച്ചിട്ട് പറ, ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവൻ.